സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് കണ്ണൂരിൽ CPIM അംഗത്തെ പുറത്താക്കി. പെരിങ്ങോം എരമം സെൻട്രൽ ബാങ്ക് അംഗം സജേഷിനെയാണ് പുറത്താക്കിയത്. 2 മാസം മുൻപായിരുന്നു നടപടിയെടുത്തത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് പ്രതി അർജുൻ ആയങ്കിയും സംഘത്തിൽ ഉണ്ടായിരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സജോ, ഇത് മാസങ്ങൾക്ക് മുൻപെടുത്ത നടപടിയാണല്ലോ സജോ? ഉന്മേഷ് 2 മാസം മുൻപെടുത്ത നടപടിയാണ്. പക്ഷേ ആ നടപടി വിവരം ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷേ മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കും വിധമുള്ള സംഘടനാ നടപടിയാണെന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. CPIM സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ സംഘടനാ പ്രതിസന്ധിയാണ് കണ്ണൂരിലുള്ളത്. മനു തോമസ് വെളിപ്പെടുത്തിയത് CPIM-നകത്തുള്ള ആളുകൾ, നേതാക്കളുടെ തണൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് ലഭ്യമാകുന്നു. ചിലർ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു, സാമ്പത്തിക ലാഭം നേടുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ്. അതിനെ സാധൂകരിക്കും വിധമുള്ള സംഘടനാ നടപടിയാണ് ഇതെന്നതുകൂടി കാണണം. എരമത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സജേഷിനെതിരെ 2 മാസം മുൻപാണ് പരാതി ഉയരുകയും അത് സംബന്ധിച്ച അന്വേഷണത്തിനൊടുവിൽ സംഘടനാപരമായ നടപടി സ്വീകരിക്കുകയും പുറത്താക്കുകയും ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഇദ്ദേഹം എന്താണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. CPIM വിശദീകരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടായിരുന്നു. ആഭ്യന്തര അന്വേഷണം നടത്തി കഴമ്പുണ്ടെന്ന് കണ്ടെത്തി മാതൃകാപരമായ നടപടി സ്വീകരിച്ചുവെന്നാണ് CPIM വിശദീകരിക്കുന്ന കാര്യം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അർജുൻ ആയങ്കി ഉൾപ്പെട്ട സ്വർണം പൊട്ടിക്കൽ സംഘത്തോടൊപ്പം ഇയാൾ കാനായിലെത്തുകയും പിന്നീട് അവിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. അന്ന് നാട്ടുകാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അന്ന് തന്നെ പാർട്ടിക്ക് മുൻപിൽ ഈ പരാതിയുണ്ട്. പിന്നീട് അന്വേഷണത്തിലേക്കും സമ്മർദ്ദത്തിനൊടുവിൽ നടപടിയിലേക്കും പോവുകയുമായിരുന്നു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പക്ഷേ നേരത്തെ മനു തോമസ് ആരോപിച്ചതുപോലെ CPIM-നകത്ത് ഇത്തരം ആളുകൾക്ക് സംഘടനയുടെ തണൽ ലഭിക്കുന്നു, അത്തരം ആളുകൾ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലോ സംഘടന കേഡർഷിപ്പിനകത്തോ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. കഴിഞ്ഞ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPIM കണ്ണൂരിൽ നേടുന്ന സംഘടനാപരമായ വലിയ തോതിലുള്ള സജോ, ഈ ജില്ലാ സെക്രട്ടറിയുടെ ഒരു വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വന്നതാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിലപാട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈ മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിമുടി പാർട്ടി ഉലയ്ക്കുന്നുണ്ട് ജില്ലയിൽ എന്ന് വേണമോ കരുതാൻ? കാരണം നേരത്തെ ഉണ്ടായ ഈ നടപടിയുടെ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ആ നിലയ്ക്ക് അത് ഉലയ്ക്കുന്ന ഒരു സംഭവമായി മാറുന്നുണ്ടോ ആ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ സജോ? ഉന്മേഷ്, കുറെ ദിവസങ്ങളോളം മൗനം പാലിച്ചതിന് ശേഷം പാർട്ടിക്ക് P ജയരാജനെയും M ഷാജറിനെയും ഒക്കെ സംരക്ഷിച്ച് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. സ്വർണ്ണക്കടത്ത് സംഘത്തെ ഏതെങ്കിലും നിലയ്ക്ക് സംരക്ഷിക്കുകയോ അത്തരക്കാർക്ക് CPIM-മായോ ഏതെങ്കിലും ബന്ധമില്ല എന്ന് വിശദീകരിക്കുമ്പോഴും CPIM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി കടുത്ത പ്രതിസന്ധി തന്നെ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടെ നേരത്തെ CPIM ഈ വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല. സംഘടനയ്ക്കകത്ത് സ്വീകരിച്ച നടപടി സംബന്ധിച്ച് എന്തെങ്കിലും വിവരം CPIM പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല. ആ വിവരം കൂടി പുറത്തേക്ക് വരുമ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി സംഘടനാപരമായി സ്വാഭാവികമായും അടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ നടപടി അടക്കമുള്ള കാര്യങ്ങൾ. ഇനിയും ആളുകളുണ്ട് സംഘടനയ്ക്കകത്തുനിന്നുള്ള വെളിപ്പെടുത്തലും ആരോപണവും നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ CPIM-നെ തുടർന്ന് അങ്ങോട്ടേക്കും ഈ വിവാദങ്ങൾ വേട്ടയാടുമെന്ന കാര്യം ഉറപ്പാണ്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയതിപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.